വീടിൻ്റെ മതിലിൻ്റെ സൈഡിലായിട്ടേ ഒരു ചെടി നിൽക്കുന്നുണ്ട്. ആ ചെടിയുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. ചെടി ഒന്ന് നോക്കിയേ. ആ ചെടിയിൽ ധാരാളം ഫ്ലവേഴ്സ്, ഒരുപാട് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് കാണാൻ പറ്റും. നല്ല ഭംഗിയിലുള്ള കളറിലുള്ള പൂക്കൾ കാണാൻ പറ്റും. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നമ്മൾ സയൻറ്റിഫിക് നെയിം, ശാസ്ത്രനാമം പറയുകയാണെങ്കിൽ ലെൻഡാന കമാറ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. മലയാളത്തിൽ ഇതിനെ കുറേ പേരിൽ നമ്മൾ പറയാറുണ്ട്. കൊങ്ങിണി, അതുപോലെ തന്നെ അരിപ്പൂവ്, അരിപ്പൂച്ചെടി, കിങ്ങിണി, വേലിപ്പരുത്തി പൂച്ചെടി, അങ്ങനെ ഒരുപാട് പേരിൽ പറയുന്ന ഒരു ചെടിയാണ്. നമ്മൾ ശാസ്ത്രനാമം പറയുകയാണെങ്കിൽ നമ്മളതിനെ ലെൻഡാന കമാറ എന്നാണ് പറയാറ്. ഈ ചെടി എന്ന് പറയുന്നത് വെർബിനേസി എന്ന് പറയുന്ന സസ്യ ഫാമിലിയിൽ വരുന്ന ഒരു ചെടിയാണ് ഈ ലെൻഡാന കമാറ എന്ന് പറയുന്നത്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻവേസീവ് സ്പീഷ്യസാണ്. ഇതിൻ്റെ നേറ്റീവ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. USA ട്രോപ്പിക്സിൽ കാണുന്നൊരു ചെടിയാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇൻവേസീവ് ആയിട്ടുള്ളൊരു സ്പീഷ്യസാണ്. ലോകത്തിൽ 10 പ്ലാന്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഹൈലി ഇൻവേസീവ് ആയിട്ടുള്ള ചെടികളിൽ 10 എടുത്തു കഴിഞ്ഞാൽ അതിലൊരെണ്ണം ലെൻഡാന കമാറ ആയിരിക്കും. അപ്പോൾ അത്രയ്ക്ക് ഇൻവേസീവ്നെസ് കാണിക്കുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരുന്ന ഭയങ്കര ഫാസ്റ്റായിട്ട് വളരുകയും ഭയങ്കര അഗ്രസീവായിട്ട് വളരുന്നൊരു ടൈപ്പ് ചെടിയാണ്. ഇത് വളരുന്ന ഭാഗത്ത് മണ്ണിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഏൽക്കില്ല. ഈ പറഞ്ഞ ഡ്രോട്ടോ അല്ലെങ്കിൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റിയോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോ അതിനെ എഫക്റ്റ് ചെയ്യില്ല. അത് പെട്ടെന്ന് വളരും. കാരണം അതിലൊരുപാട് കെമിക്കലുകളുണ്ട്. അത് അതിൻ്റെ ചുറ്റുപാടുമുള്ള ചെടികളെയും ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. മറ്റു ചെടികളുടെ ഗ്രോത്തിനെയും ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഇൻവേസീവ് ആയിട്ടുള്ളൊരു ചെടിയാണ് ഈ പറയുന്ന ലെൻഡാന കമാറ. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ലെൻഡാന കമാറയുടെ ഫ്ലവേഴ്സാണ്. പല കളറിലുള്ള ഫ്ലവറുകളാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. ഇപ്പോൾ റെഡ് കളർ ഉണ്ടാവും, ഓറഞ്ച് കളറുണ്ട്, യെല്ലോ കളറുണ്ട്, പിങ്ക് കളറുണ്ട്. ഇങ്ങനെയുള്ള ഫ്ലവറാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴോ അതിനൊരു പ്രത്യേക തരത്തിലുള്ളൊരു ഗന്ധമുണ്ട്. അതിൻ്റെ ഇലയെടുത്താലും അതിനും ഗന്ധമുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ലെൻഡാന കമാറയുടെ ഫ്ലവർ ഇങ്ങനെ കാണുമ്പോൾ, ഇത്രയധികം ഫ്ലവർ, അതായത് ഒരു ചെടിയിൽ ഇത്രയധികം ഫ്ലവർ കാണുമ്പോൾ അതിൻ്റെ ഫ്ലവർ എടുത്തിട്ട് അതിൽ നമുക്ക് അതിൻ്റെ ഓയിലൊന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടാവും, ഓയിലൊന്ന് വേർതിരിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഓയിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഫ്ലവർ ഞാനതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ്. ഒരുപാട് ഫ്ലവർ ഉള്ളതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഫ്ലവർ എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഫ്ലവർ ഞാൻ ഐസൊലേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇൻഫ്ലോറൻസോട് കൂടിയാണ് ഫ്ലവർ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഫ്ലവർ ഇൻഫ്ലോറസൻസിൽ നിന്ന് വേർതിരിച്ചെടുക്കുക എന്നുള്ളൊരു ടാസ്കും കൂടി ഉണ്ട്. അത് കുറേ നേരം ഇരുന്ന് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതും ചെയ്തിട്ട് വേണം എനിക്ക് അടുത്തത് ഓയിൽ ഐസൊലേറ്റ് ചെയ്യേണ്ട രൂപത്തിലേക്ക് ഈ ചെടീനെ അല്ലെങ്കിൽ ഈ ഫ്ലവറിനെ മാറ്റിയെടുക്കാനായിട്ട്. കുറച്ച് സമയമെടുത്തെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവർ നമുക്ക് ഇൻഫ്ലോറസൻസിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് നമുക്കിതിനെ ഡ്രൈ ചെയ്തെടുക്കണം. നമുക്ക് സൂര്യപ്രകാശത്തിൽ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് ഷെയ്ഡിൽ വെച്ച് തന്നെ ഇതിനെ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഷെയ്ഡ് ഡ്രൈഡ് ചെയ്യണം. ഏകദേശം 2 ആഴ്ച വെച്ച് നമ്മളതിനെ ഷെയ്ഡ് ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓയിൽ ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഓയിൽ ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു അപ്പാരറ്റസ് ഉണ്ട്. ആ അപ്പാരറ്റസിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലെവഞ്ചർ അപ്പാരറ്റസ് എന്നാണ് പറയുക. നമ്മൾ ലബോറട്ടറി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു അപ്പാരറ്റസ് ആണ്. ഈ അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓയിൽ ഐസൊലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത സെഷനിൽ ഞാനത് ലാബിൽ നിങ്ങൾക്ക് ആ ഒരു അപ്പാരറ്റസിനെയും ആ അപ്പാരറ്റസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം.